നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ പരിക്കിൻ്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇടയ്ക്കിടെ പരിക്ക് പറ്റി അദ്ദേഹത്തിന് നിരവധി മത്സരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ 1.5 കൊല്ലത്തിന് ശേഷം ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങി വരാനുള്ള അവസരം ഉണ്ടായിട്ട് വീണ്ടും പരിക്ക് പറ്റി അദ്ദേഹം പുറത്തായിരിക്കുകയാണ്. നെയ്മറുടെ പരിക്കിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ അതുപോലെ ഒരാൾ അർജൻറ്റീനയിലും ഇല്ലേ? അതെ, പൗലോ ഡിബാല തന്നെ. എത്ര മത്സരങ്ങളാണ് അദ്ദേഹത്തിന് പരിക്ക് മൂലം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. കോളപ്പ് സമയത്ത് അദ്ദേഹം സ്ക്വാഡിലുണ്ടാകും. സ്ക്വാഡിനോട് ജോയിൻ ചെയ്യേണ്ട ഘട്ടമാകുമ്പോൾ പരിക്കേറ്റ് പുറത്താവും. ഇതാണ് സ്ഥിതിവിശേഷം. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്തവണയും അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് സ്കലോനി വിളിച്ചു. എന്നാൽ യാത്ര ചെയ്യേണ്ട തൊട്ട് തലേ ദിവസം ഇറ്റാലിയൻ സീരിയയിൽ അദ്ദേഹം കാഗ്ലിയാരിക്കെതിരെ റോമയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നു. 10 മിനിറ്റ് ആകുമ്പോഴേക്കും പരിക്ക് പറ്റി പുറത്താവുന്നു. പരിക്കേറ്റു, താരം പുറത്ത്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഡിബാലയുടെ ഇഞ്ചുറി കണക്ക്. അതുകൊണ്ട് അർജൻറ്റീൻ ദേശീയ ടീമിൽ എത്ര മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി? കൃത്യമായ കണക്ക് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് നൽകുന്നുണ്ട്. പൗലോ ഡിബാല അദ്ദേഹത്തിൻ്റെ അർജൻറ്റീൻ ഡെബ്യൂ നടത്തുന്നത് 2015 ഒക്ടോബറിലാണ്. പരാഗ്വയ്ക്കെതിരെയുള്ളൊരു മത്സരത്തിൽ 2018 വേൾഡ് കപ്പ് ക്വാളിഫയർ ആയിരുന്നു അത്. അവിടെ മുതൽ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം 23 മത്സരങ്ങൾ വിവിധ ഇഞ്ചുറി കാരണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വേറെ അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കാത്ത സന്ദർഭങ്ങൾ വേറെ വന്നിട്ടുണ്ട്. പക്ഷേ പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുള്ളത് 23 മത്സരങ്ങളാണ്. അതിൽ ഒന്നാമത്തത് അർജൻറ്റീനയുടെ മത്സരങ്ങളാണ് ഈ പറയുന്നത്, ക്ലബ് മത്സരങ്ങളല്ല, അത് വേറെ. അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നഷ്ടമായ കണക്കാണ് 23. അതിലൊന്നാമത്തത് 2016 മാർച്ചിലായിരുന്നു. അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടാകുന്നു. ചിലിക്കെതിരെയും ബൊളീവിയക്കെതിരെയുമുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാതെ പോകുന്നു. അതിനുശേഷം 2016 കോപ്പ അമേരിക്കയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടന്ന കോപ്പ അമേരിക്ക സെൻറ്റനാരിയോ, അതിൽ ഡിബാല ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സ്ക്വാഡിലേക്ക് ആ വർഷം 2016 സെപ്റ്റംബറിൽ മടങ്ങിയെത്തുന്നു. പക്ഷേ നവംബറിലെ മത്സരങ്ങൾ ബ്രസീലിനെതിരെയും കൊളംബിയക്കെതിരെയുള്ള മത്സരങ്ങൾ മസിൽ സ്ട്രെയിൻ കാരണം അദ്ദേഹം മിസ് ചെയ്യുന്നു. പിന്നെ മാർച്ച് 2017 അദ്ദേഹം ഇഞ്ചുറിയുമായിട്ടാണ് അർജൻറ്റീനയിലേക്ക് എത്തുന്നത്. മത്സരം നഷ്ടമാകുന്നു. പിന്നെ ബൊളീവിയക്കെതിരെയുള്ള മത്സരം അദ്ദേഹം പരിക്ക് കാരണം ബെഞ്ചിലിരുന്നു, കളിക്കാൻ ഇറങ്ങിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കളിക്കാനുള്ള അവൈലബിലിറ്റീസ് പിന്നീട് തുടർച്ചയായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും കളിക്കളത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കുന്നുണ്ടായിരുന്നില്ല. മിനിറ്റ്സ് വളരെ കുറവായിരുന്നു. 2018 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ 2019 കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ 2020 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അദ്ദേഹം 4 മത്സരങ്ങൾ വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം മിസ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് 2021 കോപ്പ അമേരിക്ക സ്ക്വാഡിൽ നിന്ന് അദ്ദേഹം പുറത്താവുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ദെൻ 2022 ഖത്തർ വേൾഡ് കപ്പിനുള്ള സീസൺ വരുന്നു. അദ്ദേഹം അതിനുള്ള ക്വാളിഫയർ മത്സരങ്ങൾ ഒക്ടോബർ 2021 3 മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാതെയാവുന്നു. പരാഗ്വ, ഉറുഗ്വായ്, പെറു ഈ ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ അദ്ദേഹം മിസ് ചെയ്തു. അതിനുശേഷം നവംബറിൽ അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങി വരുന്നുണ്ടെങ്കിലും ഡിസ്കംഫേർട്ട് സംഭവിക്കുന്നു. അടുത്ത മത്സരത്തിൽ ബ്രസീലിനെതിരെ അദ്ദേഹത്തിന് മിസ്സാവുന്നു. പുതിയ മസിൽ പ്രോബ്ലംസ് അദ്ദേഹത്തിന് വരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള ടൂറ്, അതായത് 2022 വേൾഡ് കപ്പിന് ഒക്കെ മുന്നോടിയായിട്ട് സെപ്റ്റംബർ മാസത്തിൽ ഹോണ്ട്രാസിനെതിരെയും ജമൈക്കയ്ക്കെതിരെയും കളിക്കാനുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള ടൂറ് അദ്ദേഹത്തിന് മിസ്സാവുന്നു. ഒരു പ്രിക്കേഷൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കളിപ്പിക്കാതിരിക്കുന്നു. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് UAEയിൽ ഒരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിരുന്നു അർജൻറ്റീന. ആ മത്സരത്തിലും ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ദെൻ ഇപ്പോൾ 2026 വേൾഡ് കപ്പിനുള്ള ക്വാളിഫിക്കേഷൻ റൗണ്ടാണ്. അദ്ദേഹം 4 മത്സരങ്ങൾ ഓൾറെഡി കളിക്കാതായിട്ടുണ്ട് ഇഞ്ചുറീസ് കാരണം, സെപ്റ്റംബറിലും ഒക്ടോബറിലും. 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. ദെൻ 2024 മാർച്ചിൽ അദ്ദേഹം ഫ്രണ്ട്ലി ടൂർ എൽ സാൽവഡോറിനെതിരെ, കോസ്റ്റാറിക്കയ്ക്കെതിരെയുള്ള ഫ്രണ്ട്ലി ടൂറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ലയണൽ സ്കലോനി അദ്ദേഹത്തെ പിന്നാലെ 2024 കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്തില്ല. അത് ഫുട്ബോളിംഗ് റീസൺ ആയിരുന്നു എന്നാണ് വിശദീകരണം വന്നത്. പിന്നെ മെസ്സി ഇഞ്ചോർഡ് ആകുമ്പോൾ അദ്ദേഹം 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ചിലിക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. ആ ഒരു മത്സരത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒക്ടോബർ മാസത്തിൽ ഡബിൾ ഡേറ്റ് 2 മത്സരങ്ങൾ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. തുടർന്ന് നവംബർ മാസത്തിലേക്കുള്ള സ്ക്വാഡിൽ അദ്ദേഹത്തെ കോച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം
ഈ ഒരു മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. ഉറുഗ്വായ്ക്കെതിരെയും ബ്രസീലിനെതിരെയുമുള്ള പ്രിലിമിനറി സ്ക്വാഡിൽ ഡിബാല ഉണ്ടായിരുന്നു. പക്ഷേ അർജൻറ്റീനയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പരിക്ക് പറ്റി അദ്ദേഹത്തിന് വീണ്ടും മത്സരങ്ങൾ നഷ്ടമാകുന്നു. നോക്കുക നിങ്ങൾ, ഒരു കുളപ്പിൽ വരും, അടുത്ത കുളപ്പിലില്ല, വീണ്ടും പരിക്ക് തിരിച്ചു വരും, പരിക്ക് തിരിച്ചു വരും. ഏതാണ്ട് നെയ്മർ ജൂനിയറുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നയാളാണ് അർജൻറ്റീനയുടെ ഡിബാല. ലാ ജോയ എന്ന ആരാധകർ വലിയ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന താരം വലിയ പ്രതിഭാതനായിട്ടുള്ള താരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ ഒരു പ്രതിഭക്കൊത്ത ഉയരത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയോ എന്നതൊരു ചോദ്യമാണ്. അങ്ങനെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ പരിക്ക് കൂടിയാണ് എന്ന് മനസ്സിലാക്കി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.